ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞതൊക്കെ സത്യമാണ്. എൻ്റെ ഏറ്റവും വലിയ ത്രില്ലും ഞാൻ ഈശ്വരനെ പൂജിക്കുന്നതും ഒരുപാട് കാലമായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച സിദ്ദിഖിൻ്റെ കൂടെയും മുകേഷിൻ്റെ കൂടെയും വീണ്ടും ഒരു കോമ്പിനേഷൻ, എന്നെ അറിയാവുന്നവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. എത്രയോ സിനിമയിനിടയ്ക്ക് സിദ്ദിഖുമായിട്ട് കോമ്പിനേഷൻ വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കും വിഷമമുണ്ട്, സിദ്ദിഖിനും വിഷമമുണ്ട്. മുകേഷ് എന്നോടൊരു 4-5 കൊല്ലത്തിന് മുമ്പ് ഒരു സിനിമ ചെയ്തുവെങ്കിലും വീണ്ടും 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 വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ രണ്ടുപേരും. എത്രയോ സിനിമകൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ആ ഒരു കോംബോ എന്ന് പറയുന്നത് എക്കാലവും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അതിൻ്റെ ഉത്തരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോളെയും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ദൈവസന്നിധിയിൽ വെച്ച് തന്നെ ഒരു പടത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിരിക്കും. ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലാണ്. അന്ന് ഞാൻ അതിനകത്ത് വളരെ ചെറിയ വേഷം ചെയ്യുമ്പോൾ അതിനകത്ത് നായികയായിരുന്നു ഉർവശി. പിന്നീട് ഉർവശിയോടൊപ്പം എത്രയോ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങൾ നായികന്മാരായിട്ട് തന്നെ പല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നു. ഒപ്പം ഉർവശിയുടെ മകളും കൂടെ ഉണ്ടെന്ന് അറിയുന്നത് ഇരട്ടി സന്തോഷം നൽകുന്നു. പിന്നെ മുകേഷ് ഞാനൊക്കെ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എവിടെ നിന്നാലും ഒന്നിച്ച് തന്നെയായിരിക്കും എപ്പോഴും. സാധാരണ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും കാണാം ഞാനും മുകേഷും ഒക്കെ എപ്പോഴും അടുത്തടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും, ഒരുപാട് തമാശകൾ പങ്കുവെക്കാനുണ്ടാവും. അത് കിട്ടുന്ന നിസ്സാര സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളത് പറഞ്ഞ് തീർക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട്. ഈ സിനിമകളിൽ വീണ്ടും ഒരുമിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അരങ്ങൊരുക്കി തന്ന അഭിലാഷ് പിള്ളയ്ക്കും ഇതിൻ്റെ സംവിധായിക ആതിരയ്ക്കും എല്ലാം ഞങ്ങൾ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആശംസകൾ പറയുക അതിന് മാത്രമുള്ള സമയമേ ഉള്ളൂ. ആദ്യം തന്നെ ഈ ചോറ്റാനിക്കര അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു കർമ്മം നടത്താനും അതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കാര്യം ഇവിടെ നിന്ന് ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും കലയും സാംസ്കാരിക ബന്ധവുമായിട്ടൊക്കെ ഉള്ള എല്ലാവരും തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആശംസ ആദ്യം തന്നെ അർപ്പിക്കാനുള്ളത് ആരതിക്കാണ്. ആരതിയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ സിനിമ. ആരതിയുടെ കൂടെ തന്നെ ഉള്ള ബിബിൻ, രണ്ടുപേരും ഈ സ്ക്രിപ്റ്റിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അഭിലാഷിന് എൻ്റെ ആശംസകൾ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഉർവശി ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. ഉർവശിയുടെ മകളും ഇതിനകത്ത് ഭാഗമാകുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും കാര്യങ്ങൾ 2 പേരും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഓർമ്മകളാണ്, ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളാണ്. ഞാൻ തന്നെ സിനിമയിൽ വന്നിട്ട് 43 ആയുള്ളൂ വർഷം. അപ്പോൾ ഇന്നലെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽക്ക് തന്നെ ഉർവശിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ്, ആ കുടുംബവുമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഉർവശിക്ക് അവാർഡ് കിട്ടിയതിൽ അനുമോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു അനുഭവം, ഒരു ഓർമ്മ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ അനുജൻ, അദ്ദേഹം രാജഗോപാൽ വക്കീലാണ്. അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. അപ്പോൾ മൂത്ത ആളിന് ഒരു റാങ്ക് കിട്ടി പ്രീ ഡിഗ്രിക്ക്. അപ്പം നമ്മളെ കുടുംബാംഗങ്ങളെല്ലാവരും ചെന്നു ഒരുപാട് ആശംസ പറഞ്ഞു, ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു, സന്തോഷമായിട്ട് പിരിഞ്ഞു. ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പം അതിൻ്റെ ഇളയ ആൾക്ക് വീണ്ടും റാങ്ക് കിട്ടി. വീണ്ടും ആശംസ പറയുന്നു, വീണ്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നു. കുറച്ചാളോടെ കഴിയുമ്പോൾ ആദ്യത്തെ ആൾക്ക് വീണ്ടും റാങ്ക് കിട്ടുന്നു. അപ്പം ഈ കുടുംബാംഗങ്ങളെല്ലാം ചെറുതായിട്ട് ആ വീടുമായിട്ട് കുറച്ച് ബന്ധം ഇങ്ങനെ മാറി. ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു കൃഷിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്ത് കുഴയും. അതേപോലെ കുറെ കൊല്ലമായി തുടങ്ങിയിട്ട് നാഷണൽ, സ്റ്റേറ്റ്. അപ്പൊ ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ഉർവശി സന്തോഷം എന്നൊക്കെ പറയും. പിന്നെ എപ്പോൾ കണ്ടാലും ഇത് തന്നെയാണ് പരിപാടി. ഈ ഒരു കൃഷി
ഈ മലയാളത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഇങ്ങനെ തഴച്ചു വളർത്തി കൊണ്ടുവരട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക്, പാബ്ലോ പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഷൂട്ട് ചെയ്യുന്നത് ആൻഡ് അത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കണം, ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. പിന്നെ എല്ലാത്തിനും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ എന്തായാലും ബെറ്റർ ആക്കും. പക്ഷെ എല്ലാത്തിനും നന്ദി. താങ്ക് യു. ഇന്നെൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ചോറ്റാനിക്കര അമ്മ തന്നത്. അതിൽ ഒരുപാട് സന്തോഷം. അഭിലാഷ് ചേട്ടൻ, ആരതി ചേച്ചി, ബിബിൻ, രഞ്ജിൻ ചേട്ടൻ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ഒരു സിനിമാ ബന്ധത്തിലുപരി എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. അപ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂ എന്തിലും ഞാൻ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉർവശി ചേച്ചിയാണ്. അപ്പൊ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ കിട്ടിയത് മഞ്ജു ചേച്ചിയോടും ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഉർവശി ചേച്ചി തന്നെയാണ്. അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് മാറ്റമില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടം തന്നെയാണ് മുകേഷ് ചേട്ടാ. അതുപോലെ തന്നെയാണ് സിദ്ദിഖ് സാറും മുകേഷ് ചേട്ടനും. സിദ്ദിഖ് സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുകേഷ് ചേട്ടൻ്റെ കൂടെ ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്ക്രീൻസിൽ മാത്രം കണ്ട ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നമ്മുടെ ഈ സിനിമ വിജയിക്കാൻ. താങ്ക് യു സോ മച്ച്.